എന്തു മുതലാളി, ആൾക്കാരൊക്കെ ഒരുപാട് കുറച്ചല്ല പണിക്ക്. എന്താണോ ചെയ്യുന്നത്? ശമ്പളവും അധികമാണ് ചോദിക്കുന്നത്, അഡ്വാൻസ് വരെ ചോദിക്കുന്നുണ്ട്, ഇപ്പോഴാണെങ്കിൽ ബോണസ് വരെ ചോദിക്കുന്നുണ്ട്. പിന്നെ ഞാനങ്ങ് ആളെ കുറച്ച്. മുതലാളി, പാവങ്ങളുടെ മനസ്സ് ഈ മണ്ണ് പോലെ മൃദുലവാ. മുതലാളികളുടെ മനസ്സാണെങ്കിൽ ഈ കല്ല് പോലെ ഉറച്ചതും. എന്താടോ നിന്റെ പൊളിറ്റിക്സ് ഇന്ന് എന്റെ അടുത്താണോ നീ കാണിക്കുന്നത്? എന്റെ മുതലാളി, നിങ്ങളെ പോലെ രാഷ്ട്രീയം കളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റുമോ? നിങ്ങൾ അതിലും വലിയ ആളാ. ഞാനൊരു കൊച്ചു കുട്ടിയല്ലേ മുതലാളി. പാവം പിടിച്ച പെൺകുട്ടികൾക്ക് ജീവിക്കാൻ വേണ്ടി ദൈവത്തെ പോലെ ഇരുന്ന് വഴി വെട്ടിക്കൊടുക്കുക. ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോവുക. നിങ്ങളാണെങ്കിൽ ഒരു വലിയ വീട് ബംഗ്ലോ പോലെ കെട്ടി വെച്ചേക്കുക. അതും പോരാഞ്ഞിട്ട് 3 സെറ്റപ്പ് വേറെയും വെച്ചേക്കുന്നു. നീ നിന്റെ ജോലി നോക്കിട്ട് പോടാ. നീ ഈ നാട്ടിലുള്ളവർക്ക് ജോലി മേടിച്ചു തരാന്ന് പറഞ്ഞിട്ട് എത്ര പേരുടെ പൈസ മേടിച്ചേക്കുന്നറിയോ? നീ എന്നിട്ട് വലിയ യോഗിനെ പോലെ എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നേക്കുന്നോ? ആദ്യം ഈ സ്ഥലത്തൊന്ന് പോകാൻ നോക്ക്. നീ ആരാ? ചേട്ടൻ നമസ്കാരം. എന്തെങ്കിലും ഒരു ചെറിയ ജോലി വരികയാണെങ്കിൽ നല്ല വിശ്വാസത്തോടെ ഞാൻ ആ പണി ചെയ്തോളാം. ഒന്ന് പോടോ. ഞാനേ ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് ശമ്പളം കൊടുക്കാനുള്ള കാശ്. ഇതിനിടയ്ക്ക് ജയിലിൽ പോയിട്ട് വന്ന നീ വരെ വന്ന് ജോലി വെക്കുന്നു. ഞാനേ ഈ ജോലിയൊക്കെ എപ്പോഴാ വന്ന് തീർക്കുന്നേന്ന് പറഞ്ഞു നിൽക്കുക. ഇവിടെ ഒരു ജോലിയില്ല. വേറെ എവിടെങ്കിലും ജോലി വല്ലതും ഉണ്ടോ നോക്ക്. പോ. ഇവിടെ നല്ല മനുഷ്യർക്ക് ജോലി കൊടുക്കുന്നില്ല. നീ ആണെങ്കിൽ ഒരു കൊലകാരനും. നിനക്കെങ്ങനെ ജോലി തരാനാ? അല്ലടാ, കൊലയാളിക്കൊക്കെ ജോലി കൊടുത്തോണ്ടല്ലോ നാളേക്ക് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാ നമ്മളെ തന്നെ വെട്ടിക്കൊന്നിട്ട് പൊയ്ക്കളയവന്മാര്. ഇവന് ജോലി കൊടുക്കുന്നതും കാലനെ വിളിച്ചോണ്ട് വന്ന് സദ്യ കൊടുക്കുന്നതും ഒന്നാ. ഒന്നുമില്ലാത്ത മുതല് കുത്തിയാലേ അവൻ പറ്റോന്ന് അത്രയും താങ്ങി നിൽക്കും. പക്ഷെ അവന്റെ സഹി ഒന്ന് കെട്ടു പോവുകയാണെങ്കിലേ നിങ്ങൾ ശാപം വാങ്ങിക്കൂട്ടും. വന്നേക്കുന്ന ബുദ്ധിയല്ലാണ്ട് വലിയ ജ്ഞാനി ഏതെങ്കിലും പൊട്ടന്മാരുണ്ടാവും. അവനെ പോയി പറ്റിക്ക് പോ. പറ്റോന്ന് അത്രയും കൊണ്ടുപോക്കോ, ഇല്ലെങ്കിൽ നിർത്തിക്കോ. എനക്ക് ഒരു പണിയില്ലാതെ വന്നോളും രാവിലെ. ചേട്ടൻ നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ഗുണ. അധ്വാനിച്ച് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചേട്ടന്റെ തോപ്പിൽ എനിക്കൊരു ജോലി എന്നതെങ്കിൽ വളരെ നന്നായേനെ. ഇവിടെ ഒരാളുടെ ആവശ്യമുണ്ട്. ശരിയാ, തേങ്ങയൊക്കെ പൊതിക്ക്. ശരി ചേട്ടാ, ഇപ്പൊ തന്നെ ചെയ്യാം. മോനെ സൂക്ഷിച്ച്, കൈക്കൊന്നും പറ്റാണ്ട് നോക്കിയോ. പതിയെ ചെയ്യേ. ഇവനോ? എന്താ വെയില് മോലാളി, നിങ്ങൾക്ക് വേണ്ടി സൊസൈറ്റിന്ന് വാങ്ങിയിട്ടില്ലായിരുന്ന ഒരു കട, അതിന്റെ ജപ്തി ഒഴിവാക്കാനായിട്ട് ആ മാനേജറെ പറഞ്ഞ് നിങ്ങളുടെ കടയുടെ ജപ്തി ഒഴിവാക്കിട്ട് വന്നേക്കാ മോലാളി. എന്താ വെയില് നാക്കെല്ലാം വരണ്ടടക്കാണല്ലോ. എടോ, ഞാൻ കെട്ടേണ്ട പൈസയൊക്കെ പോയി ഞാൻ കെട്ടിട്ട് വന്നു. താനൊന്ന് വാടച്ചിരിക്കും കുറച്ചു നേരം. എന്തോന്ന്? ആരോട് ചോദിച്ചിട്ട് അടച്ചേ? നീ എന്തിനാ സൗണ്ട് എടുക്കുന്നത് എനിക്ക് മനസ്സിലായി. നിനക്ക് 2 ഇളനീര് കുടിക്കാൻ വേണം, അതല്ലേ? ഇത് മനസ്സിലാക്കാൻ എത്ര സമയം? ഗുണ, 2 ഇളനീര് വെട്ടിക്കൊടു ഇവനെ. എന്താ മുതലാളി, പുതിയ അപ്പോയിന്റ്മെന്റാ? പണി അന്വേഷിച്ചു വന്നതാ ഇവിടെ. കാണാനാണെങ്കിൽ പാവത്താനെ പോലും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പണി ഇട്ട് കൊടുത്തത്. മോനെ അതാ വരുന്ന ചേട്ടാ. എന്ത് ഉത്സാഹത്തോടെ ജോലി നോക്കുന്നേ. കഴിക്കും. നന്നായിട്ടുണ്ടല്ലേ? മലയാളി, അപ്പൊ പോട്ടെ. പൊക്കോ. ഇനി മുതൽ നിങ്ങളുടെ തോപ്പില് കൊലയായിട്ട് വീഴും. എന്തുവാടാ നീ പറയുന്നേ? എന്താ മുതലാളി, ഒരു കൊലകാരന് ജോലി കൊടുത്താ അവനോട് സൂക്ഷിച്ച് സംസാരിക്ക്. കരിക്ക് വെട്ടും പോലെ കഴുത്ത് വെട്ടിക്കളയോ. സൂക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളത്ര തട്ടിക്കളയും. പോട്ടെ മോനെ, ഒന്നിങ്ങി വന്നേ. വരുന്ന ചേട്ടാ. ആ കത്തി ഒന്ന് തന്നെ. ഇന്ന് ദിവസം അത്ര ശരിയല്ല. ഞാൻ പറഞ്ഞയക്കാം, നീ പൊക്കോ. ചേട്ടാ, ഞാൻ ഇന്നല്ലേ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ നീ പൊക്കോ. ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാൻ തന്നെ. ഓ മോനെ, എനിക്ക് പെണ്ണുമ്പിള്ളും പിള്ളേരുണ്ട്, മനസ്സിലാക്കടാ. നീ ഒന്ന് പൊക്കേ. രക്ഷപ്പെട്ടു എന്റെ അമ്മോ. ഒന്നുമില്ലേ. ഞാൻ ആരോടെന്ന് മനസ്സിലായോ? നന്നായിട്ടൊന്ന് ഓർമ്മിച്ച് നോക്ക്. ഞാനാടാ നിന്റെ കൂടെ 1ാം ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ചില്ലേ, മാധുരപ്പാണ്ടി. 5ാം ക്ലാസ്സിൽ എന്നെ പാസ്സാക്കാന്ന് പറഞ്ഞിട്ട് 10 രൂപ കൈക്കൂലി വാങ്ങിച്ച അതേ ആള് തന്നെയാണോ? അതേ പാണ്ടി തന്നെ. ഞാനിപ്പോ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഒരുപാട് അങ്ങ് മാറിയെന്നേ. പഞ്ചായത്ത്, ജില്ല, MP, MLA എന്ന് തുടങ്ങി എല്ലാവർക്കും രാഷ്ട്രീയത്തിൽ ഞാനിപ്പോ വെറും പുലിടാ. എന്നോട് ചോദിക്കാതെ ഒന്നും അനങ്ങത്തില്ല, ഒന്നും നടക്കത്തൂല. അങ്ങനെയാണോ? അല്ല, നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ? എടാ, ഞാൻ ജയിലിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോ നാട്ടിൽ ഒരാൾ പോലും എനിക്കൊരു ജോലിയും തരുന്നില്ല. എങ്ങനെ ജീവിക്കുന്നോർത്ത് പേടി തോന്നുടാ.
എന്നെ പോലെ ബുദ്ധിശാലിയായിട്ട് മാറിക്കോ. പിന്നെ നിന്റെ ജീവിതം എങ്ങനെ മാറുന്നുണ്ടെന്ന് നോക്ക്. നീ എന്തൊക്കെയാ പറയുന്നത്? ഡേയ്, ഒരുത്തന്റെ മുമ്പിൽ കുമ്പിട്ടൊന്ന് ജോലി നോക്കുന്ന ഒരു ജീവിതമാണോടാ? ഡേയ്, നിനക്ക് ജോലി തരാനുള്ള യോഗ്യത ഇവിടെയുള്ള ആർക്കും തന്നെ ഇല്ലടാ. എന്റെ വഴിയെ നീ വന്നാ നീയാണ് മുതലാളി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതിന് ബുദ്ധി ഉണ്ടാവണം. എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറയുന്നത്. ഒരുപാട് ഉണ്ടടേ. നീ തന്നെ മുതലാളി, നീ തന്നെ തൊഴിലാളി. വാ, അപ്പൊ എനിക്ക് ജോലി മേടിച്ചു തരും. ഞാൻ വാങ്ങിത്തരാന്ന് പറഞ്ഞില്ലേ? ശരിടാ. വാടാ. ആ, നമസ്കാരം നമസ്കാരം. ആ, പോയിട്ട് വരാം. ഈ എന്താ ഡ്രൈവർക്ക് ഡ്രൈവർക്ക് ഞാനാ എന്ത് ജോലി ജോലി വാങ്ങിച്ചു കൊടുത്ത തന്നെ. ആ, സംസാരിച്ചോണ്ടിരുന്നത് മതി, ജോലിയൊക്കെ. അളിയാ, കൊല ചെയ്തവൻ, കൊള്ളയടിച്ചവൻ, തെമ്മാടിത്തരം കാണിക്കുന്നവർ, ഇവരെല്ലാം സുഖമായിട്ട് ജീവിക്കുക. സോ നീ സുഖമായിട്ട് ജീവിക്കേണ്ടവനാ. നിന്റെ ജീവിതം ഞാൻ എങ്ങനെയാ മാറ്റാൻ പോകുന്നത് നോക്ക്. എടാ അളിയാ, ആ, ഞാൻ ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല. എന്റെ ചേച്ചിയുടെ മോള് ഒരു വിഷമം അറിയാതെ സന്തോഷമായിട്ട് ജീവിക്കണം. അതും മതി എനിക്ക്. അല്ല, ജോലി എന്തുവാ? നിന്റെ തലക്കാണ് ജോലി. ഞാൻ ആകെ വിഷമത്തിലായിരുന്നു. നിന്റെ ഓരോ വാക്കുകളും എന്റെ മനസ്സിനെ നനച്ചെടുത്ത് ഇങ്ങനെ കമ്പിയില്. എടാ അളിയ, നീ ബുദ്ധി കൊണ്ടുള്ള ജോലി എന്ന് പറഞ്ഞിട്ട് ഈ ചീട്ടുകളിക്കാരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്താ അളിയാ ചീട്ടുകളി ഇങ്ങനെ പുച്ഛത്തോടെ പറയുന്നേ? ഇവിടെ കളിച്ച് എത്ര പേര് രക്ഷപ്പെടുന്ന അറിയാവോ? ഈ സ്ഥലത്തുനിന്ന് അതേന്ന് എന്തിനു പറയുന്നു? എനിക്ക് ഇടക്കിടയ്ക്ക് കഷ്ടപ്പാട് വരാതിരിക്കാൻ ഇവിടെയല്ലേ ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നേ. വാ, ഒരു കൈ നോക്ക്. ഡാ, കൈയെടുക്ക്. ഇടാ, ഇതിലൊരു പണിയാണോടാ. ഥു. ഈ ചൂതാട്ടം കാരണം എത്ര കുടുംബം തെരുവിലേക്ക് ഇറങ്ങി നിനക്കറിയാമോ? നീയൊക്കെ ഒരു കൂട്ടുകാരനാണോടാ? എന്താ അളിയാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? വേഗത്തിലോടുന്ന PT ഉഷ ഇല്ലേ? ചെസ് കളിക്കുന്ന ആനന്ദ് ഇല്ലേ? ബാറ്റ് എടുത്ത് അടിക്കുന്ന നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ ഇല്ലേ? ഈ മോഡലെടുത്ത് ഞാൻ തന്നോണ്ടല്ലോ. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ തന്നെ.